The streets are alive, pulse of the city where dreams survive. Engines roar, freedom's tune. Excel in a city under a silver moon. Excel in a night where the stars collide. A kingdom built on a neon ride. From dusk to dawn, we're standing tall. In excellent city, we've got it all. Signals hum, the wires run deep. The beat of the heart never skips a beat. Skyscrapers whisper to the stratosphere. എടാ നമുക്ക് ഒരാളെ കിഡ്നാപ്പ് ചെയ്യാം. നീ വാ, ഏതെങ്കിലും പെണ്ണിനെ നോക്ക്, ഏതെങ്കിലും പെണ്ണിനെ നോക്ക്. വേഗം 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 പെണ്ണിനാക്കി തൂക്കി ഏതെങ്കിലും മലയെ കൊണ്ടോ. ബാക്കി അവിടെ വെച്ച് വള്ളി വരുവോ പള്ളിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. സൈട്രോടെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ വെയിറ്റ് ചെയ്യും, ഞാനും പറഞ്ഞു വാ 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 വാ. സൈട്രോന്റെ ആഡം സ്പീഡ് എന്ന് പറഞ്ഞാൽ മതി. പേര് മാറ്റിയാണ് പറയാനേ. ആ പേര് മാറ്റിയ ആഡം സ്പീഡ് എന്ന് ഞാൻ പറയാം. ചുമ്മാ അങ്ങനൊന്നും പറയാതെ. അതിനെക്കാട്ടി സ്വന്തം പേര് പറഞ്ഞാ പോരെ അവർക്ക്. ഞാൻ ജോക്കർ, ബാക്കിയുള്ളത് നിങ്ങളെ ഇഷ്ടം കേട്ടാ. ഞാൻ സ്പൈഡി കേട്ടല്ല, ഞാൻ സ്പൈഡി. ഞാൻ ഈഗിള്. നീ കഴുക എവിടെ ഈഗിള് മതി. എന്ത് ഈഗിള് മതി. കേട്ടില്ല. എടാ നിങ്ങളുടെയൊക്കെ ഡ്രസ്സും മുടിവിട്ടൊക്കെ മാറിയാടാ? പിന്നെ നമ്മളിപ്പോ വന്ന് പെട്ടെന്ന് മാറി. എന്താടാ അങ്ങനെ? മുടിയും പോയി, ഡ്രസ് ഒരു ഊമ്പി കൊടുത്തു. വേണ്ട വേണ്ട വേണ്ട, അങ്ങനത്തെ ഭാഷകൾ ഇവിടെ ഉപയോഗിക്കരുത് ദയവായി. നമ്മക്ക് പിന്നെ കൊഴപ്പൊന്നുമില്ലടാ. ലീഡർഷിപ്പ് വരുന്ന ആരേലും ഏതെങ്കിലും പെണ്ണിന് നോക്കടാ. വീട്ടിലെ മറ്റേ സ്നാപ്ചാറ്റിൽ കയറി നോക്കടാ ഏതെങ്കിലും പെണ്ണിന്. എന്റെ മെസ്സേജ് പറ. എടാ നീ ഇവിടെ പോ, ഗരാജ് മെയിൻ ഗരാജ് അല്ല. മുതുക്കോ. ഓ മുതുക്ക ആടാ, മുതുക്കി കേറി ചെല്ല്. ആരൊക്കെ മുതുക്കി വരുന്നത്? മുതുക്കി ആരൊക്കെ വന്നെ? മുതുകില് എല്ലാരും വരുന്നുണ്ട്. നമ്മളെല്ലാരും അങ്ങോട്ട് വരുന്നുണ്ട്. നീയൊക്കെ എവിടെയാ പറ, ലൊക്കേഷൻ പറ. നമ്മള് എം ജി വരുന്നുള്ളൂ. ഞാൻ പറയാം. ആ മുടിയോട്ടോ ഇടയിലോട്ടോ, എം ജിയുടെ അടുത്തുള്ള. അല്ല എം ജിയിലോട്ടോ. ആണാ? എന്റെ വണ്ടി ചെയ്യാൻ വേണ്ടിട്ടാ മുതുക്കിൽ ആര് പോണേന്ന് ചോദിച്ചത്. അത് അങ്ങ് പറഞ്ഞ പോരാടാ പിക്ക് ചെയ്യാനും. എം ജിയോ എന്നാ നമ്മടെ കാറിപ്പോ ഒരു ലോറിയൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നടാ. എം ജി വന്നാ? എടാ എം ജി വന്നാ? പെട്ടെന്ന് വരേടാ ഇപ്പത്തോടാ. എത്തി എം ജി എത്തി. പുറത്താ പുറത്ത് വാ. പൊട്ടാ അവന്റെ വണ്ടിയില് പോവാ. വണ്ടിയില് വണ്ടി ദേവി എവിടെ പോണ്? ദേവിയുടെ വണ്ടി. വാ സേവി കേറ്. എന്താടാ എവിടെയാടാ? മുതുക്ക് ചുമ്മാ നമ്മളൊരു ചില്ല് ആരെങ്കിലും ചില്ലായിക്ക് തൂക്കാൻ നോക്കാം. ചാർലിക്ക് പിന്നെ പിള്ളേരെ പെടുത്താലൊക്കെ പരിപാടി. ചുമ്മാ
എടാ നമുക്കൊരു പയ്യനെ പൊക്കിയല്ല, എന്ത് പറയണ? എടാ ഞാനൊരു പയ്യനെ തൂക്കിയതാ, അവ ഒരു ശശികൊക്ക് കൊറേ പിള്ളേരെയും കൊണ്ടങ്ങ് എത്തി. ഞാൻ തൂക്കിയത് സൂര്യ ബോസിനെയാ. ആ അപ്പൊ പിന്നെ ബാക്കി പറയണ്ട. എല്ലാം പറ്റിയാളേ മുഞ്ചി. അവൻ കൊണ്ട് കൊടുത്ത കേസ് തന്നെയല്ലേ? യെസ്, കേസാണ്. അവൻ കൊടുത്ത മൂഞ്ചി. എടാ ആ കൊച്ചിറക്ക് ഞങ്ങളെയും തൂച്ചുകൊണ്ടില്ല. അപ്പൊ അതാ എടാ അവന് നമ്മളെ ശരിക്കുള്ള പേര് ഇവിടെ 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 ആർക്കും അറിയാതെ ഞാൻ ഇടിച്ചു. അതാരാ? അങ്ങനെ വള്ളിയാണ്, പെട്ടാണ്. നമ്മള് കൊച്ചിനെയാണ് നോക്കിയത്. ആ പറയടാ. പിള്ളേരെ പൊക്കാൻ പോണാ? ആ വരുന്നുണ്ടാ? വലിയ ചെക്കനല്ലടാ, 18 വയസ്സാണല്ലേ ഓന്. ഉളുപ്പുണ്ടാ? എന്തോ ഉളുപ്പാ? പയ്യനെ പൊക്കാൻ പോണതാ, പെണ്ണിനെ അല്ല. അതെ തന്നെ പെണ്ണിനെ. സാനിയൊരു രണ്ടൊരു കൊച്ച പൊക്കിട്ട് വന്നു. ഇപ്പൊ കേസ് നടത്തി പറയാതിരുന്നാ മതി, ഒരു കുഴപ്പം. അകത്തെന്ന് പറഞ്ഞ ബാനാ. പയ്യനെ പൊക്കാനാ ബ്രോ പോകുന്നത്. പൊക്കി രണ്ട് പിള്ളേരെ തട്ടിക്കൂടാ, അവന്മാർക്ക് ഐ ലവ് യു പറയാം അല്ലേ? അയ്യേ തീട്ട കേസ് ഐ ലവ് യു ഒക്കെ. അവിടെ പോയി കേക്ക് അവിടെ പറയുന്നത്. അയ്യേ നാണക്കേട് നാണക്കേട്. അത് മാന്യ മര്യാദക്ക് സംസാരിക്കടാ. പറയട്ടെ ഒരാളെ കണ്ട എവിടെ? ബീഫ് നമ്മളെ അന്ന് അടിച്ചവൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ബീഫ് അവടെ അതേ മുതുക്ക് സൈഡ്, മറ്റേ ആ ഇവന്റെ കൂടെ തക്കടുമന്റെ കൂടെ ഇപ്പൊ ഉണ്ട്. കൂട്ടിട്ടവൻ കണ്ട വള്ളി പിടിക്കണ്ടേ? എടാ നിങ്ങള് വെയിറ്റ് ഞാൻ വന്നോണ്ടിരിക്കാം. വെയിറ്റ് ഞാൻ കൊച്ചു പയ്യനുണ്ടല്ലോ, ആരുടെ പോയിട്ട് ഐ ലവ് യു പറഞ്ഞ അതാ പറഞ്ഞത്. അല്ലാണ്ട് നീ മറ്റേ ഇത് പോണ്ട പോണ്ടത്. ഞാൻ എന്താ കൊച്ചു പയ്യനെ പിടിച്ചോണ്ട് പോകും? അതല്ലടാ, നീ വള്ളി പിടിക്കാൻ പോണ്ടെന്ന്. കേട്ട അതേ ബീഫ് അതിന്റെ കൂടെ ഇപ്പണ്ട്. ബീഫ് ഒരു പണിയുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് അവന്റെ പുറകെ പോയിട്ടേ, എടാ ബീഫേ ചോദിച്ചിട്ട് പോയേക്കാം. എന്താ പറയുന്നത്? ബീഫേ സുഖമാണല്ലാടാന്ന് ചോദിക്കാം. ബീഫേ സുഖമാണല്ലാടാന്ന് ചോദിക്കാം. എന്റെ വെള്ള വണ്ടി അവൻ അറിയാടാ, ഇങ്ങോട്ടാ വണ്ടി എടുക്കും. ഒരു വണ്ടി മസ്താങ്ക വണ്ടി എടുത്താല എന്ത് പറയുന്നു? മസ്താങ്ക ബീഫിനെ അങ്ങ് തൂക്കിയാല ഇവിടെ പിന്നെ അതൊക്കെ അതൊന്നും ഇല്ല. സെൽസോണല്ല. ഒരു വണ്ടി എടുത്തിട്ടോ എന്ത് പറയുന്നു? ആ എടുക്കാം. വള്ളി ഒന്ന് പിടിക്കാറാടാ. പേര് പറയുന്നില്ലല്ലോ. ഫണ്ണായിട്ട് നിക്കടാ, അല്ലാതെ ചുമ്മാ സീൻ എടുക്കാതെ. നീ ഇവിടെ വാടാ. ഇവിടെ പെട്രോൾ പമ്പ്. അല്ല വേണ്ട അതല്ല. നമുക്ക് ബീഫ് സുഖമാണല്ലാടാന്ന് ചോദിക്കാം. വണ്ടി എടുത്താ പെട്രോൾ പമ്പിന്റെ സൈഡിലുണ്ട്. നിക്കടാ, അവന്റെ സ്പെക്ക് ഇടട്ടെ. ഗ്യാങ് ഉണ്ടോ നോക്കട്ടെ. മുതുക്ക് മാർക്കാതെ വാടാ എംജിയുടെ പുറത്ത് നിങ്ങളെവിടെ? മുതുക്ക് മാർക്കേടാ. പിങ്ങിട്ടെ വീട്ടിലല്ലേ? ഓ
എടാ ഇങ്ങോട്ട് ഇത് വാറാടാ വാറാടാ ബാക്കില് പോ ഇത് വാറാ ബാക്കിൽ പോ കൺസൈൻമെന്റ് കൺസൈൻമെന്റ് അല്ലല്ലോ കേവിയുടെ വാറെന്തോ അത് കൺസൈൻമെന്റ് ആടാ ഇത് അവ അവിടെ നിന്നിട്ട് എടാ അവനെ പിക്കേടാ സൈട്രോനെ പിക്കേടതുകൊണ്ട് വെള്ളം ഇട്ട് നിൽക്കുന്ന അവിടെ നേരെ ഫ്രണ്ടിൽ ഇതുകൊണ്ട് ചാടി ചാടി വരുന്നേ സിറ്റുവേഷൻ എടുക്കാതെടാ സിറ്റുവേഷൻ ഒന്നുമില്ല ചുമ്മാ ചോദിക്കുന്നല്ലേ അവന്റെ അടുത്ത് ഓനെന്താ ഒന്നും ചോദിക്കണ്ടാ ഒരു നല്ലൊരു ഇത് നിക്കണ്ട ഫണ്ണായിട്ട് ഒന്നില്ലടാ ജസ്റ്റ് സുഖമല്ലേന്ന് ചോദിക്കുന്നല്ലേ എറ വരെ വണ്ടി അതത്രേ ഉള്ളൂ. സുഖമാണോ ചോദിക്കാൻ കുഴപ്പമില്ല, സുഖം തരുമോന്ന് ചോദിക്കരുത്. ഓടിക്കുന്ന സോറോ ഒരു 4 സീറ്റർ എടുത്താ പോരായിരുന്നോ സോറോ? നീ എടുക്കട്ടെ എടാ നമുക്ക് പോവാ സൈട്രോ നീ വണ്ടി സൈട്രോ നീ വണ്ടി ഇട് പിങ്ങട്രാ ആരെങ്കിലും പിങ്ങട്ടാടാ. നമ്മുടെ ഇവിടെ മെയിൻ ഗാരേജ് ഉണ്ട്, നമ്മളിവിടെ മുതുക്കുണ്ടാ ഇതൊന്ന് സേവ് ചെയ്തേ സോറോ വന്നിട്ട് ഇവിടെ പിങ്ങണ്ട ഞാൻ പിങ്ങിട്ട് മസ്താങ്കിൽ ആൾക്കാർ എത്തിയല്ലേ? ഫോർ സീറ്റർ ഉണ്ടോ അതിന്റെ? 4 സീറ്റർ ഓടി കിടപ്പുണ്ട്. എടാ വാടാ നമ്മള് 4 സീറ്റർ എടുത്തിടാ ഒരെണ്ണം. ഇവിടെ വാടാ നിർത്തറ ആരെയും വരണ്ടാടാ. 4 സീറ്റർ എടുത്തടാ. എവിടെടാ നിങ്ങളവിടെ? നമ്മള് പുറത്ത് MG-ടെ മെയിൻ ഗാരേജിന്റെ പുറത്ത് മുതുക്കിന്റെ പുറത്തുണ്ട്. ഒന്ന് ചാടി ഒരാള് കേരിയടാ. ട്രങ്കി കേറിയതിന് സംസാരിക്കാൻ പറ്റൂലേ? എവിടെടാ അവൻ? ഇതാണാ സോറോ അല്ലല്ലോ സൈട്രോ നമ്മളാ ബ്രോക്കർ അറിയുന്ന ആരെങ്കിലാണോ? എനിക്കറിയാവുന്നവരാ. എന്താ എടാ അവൻ എവിടെ സൈട്രോ ബീഫൊക്കെ? അവൻ വള്ളി. ഹലോ ഓടാ 1 കിലോ ബീഫ് ചോദിക്കായിരുന്നു അവന്റെ അടുത്ത്. ചുമ്മാ ഇരിയടാ ചൊറിയാതെ. എടാ വണ്ടി ബീച്ചിൽ ഇറക്കിക്കോടാ. ബീച്ചിലിറക്കി പീടി കണ്ടതിന് ഇമ്പോണ്ടാ. കരയേറ്റ് ഒരു കിഡ്നാപ്പ് കടിക്കാന്ന് വെച്ചപ്പോ ഏതേലും പെണ്ണ് ആരെയൊക്കെ നോക്കുന്നോട്ടെ. അവിടെ വണ്ടി എടുത്തിരിക്കുന്ന അവനെ ഗ്യാങ് വണ്ടിയാ അത്. അവനെ തൂക്കിയല്ലോ ഗ്യാങ്ങിലുള്ളവര്. ചുമ്മാ ഇല്ലടാ. എടാ നമ്മളെ ഇതിലാരാ? ഡിക്കിയിലാരാ? ഡിക്കിയിലാരാണ്? നീ വണ്ടി എടുത്ത് വണ്ടി എടുത്തടാ പറഞ്ഞ് കേക്കടാ. ഇറങ്ങ്. ഡിക്കിയിലുള്ള ഇറങ്ങടാ. അതിന്റെ സംസാരിക്കാൻ പറ്റണ? ഞാൻ ഇത് സംസാരണേ കണ്ടില്ല, റേഡിയോ സംസാരണേ കണ്ടില്ല. എനിക്ക് ഇല്ല, ഒന്നും കേട്ടില്ല. അതല്ലേ ഞാൻ ഇറങ്ങാൻ പറഞ്ഞേ. നീ എന്താ എന്റെ കൈ കയറിക്കണേ? നമുക്കൊരു ഫോട്ടോ എടുത്തരോ? പിന്നെന്താ? എല്ലാരും വാ ഇവിടെ ഫോട്ടോ എടുക്കാം എല്ലാരും വാ. രാംരാജിന്റെ എടാ ഇതെങ്ങനെയാ കൈ കിട്ടിയിരിക്കുന്നത്? എങ്ങനെയാടാ വിഷയം?
വിഷയല്ലേ നമ്മളെ സീനാണ് കുറച്ച് ഒരു ഫോട്ടോ എടുത്ത് പടം കണ്ട അപ്പൂപ്പൻ ഡോണോ അപ്പാപ്പൻ അപ്പാപ്പന്റെ പോസാണ് പോസ്. അപ്പാപ്പ ന്യൂജൻ തന്നെ കേട്ടാ. അപ്പാപ്പ എന്താ അപ്പാപ്പന്റെ പേരെന്താ അപ്പാപ്പ? പേര് മാപ്പിളാണോ? ഏതാ ലുക്ക് ഇതന്നെ ലുക്കും മറ്റേ ഡ്രസ്സിൽ കൂടെ വന്നേക്ക് ഇവിടെ തടിക്കാരൻ ഫോട്ടോ എടുക്കാം. പോട്ടെ പറ്റേ ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചേ. ആർദർ മോർഗനാ. ഫോട്ടോയൊക്കെ അയച്ചേ. ആ പിന്നെ അതൊക്കെ ജെറിയുടെ നമ്പർ തരും, ഫോട്ടോ എടുക്കാൻ വിളിക്കാം. ഓക്കെ മച്ചാൻ ഒന്ന് വരൂ. സ്പീഡല്ലേ ഇത്? അങ്ങോട്ടോ മച്ചാനെ ഇരന്ന് വാങ്ങുമല്ലേ പള്ളി? എന്താ പുള്ളി ഫോട്ടോ എടുക്കണ? അല്ലല്ല പെണ്ണ് കേസില്ലേ? നേരത്തെ പെണ്ണിനെ പൊക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചു. പെണ്ണിനെ പൊക്കാൻ പേടിയാണ്. അവന്മാര് പിള്ളേരെ പൊക്കിയവന്മാരുടെ നീ സംസാരിക്കണം. അതോ കൊച്ചു പിള്ളേരെ പൊക്കാൻ പാടില്ല. ആ പിള്ളേരെ പൊക്കിയവന്മാര് അതറിയോ? പേടിയില്ല മച്ചാനെ, വെറുതെ എന്തിനാ നിനക്ക് പെണ്ണുങ്ങൾ അലർജി ആണെങ്കിൽ നീ മാറി സാനി. എന്നെ പെണ്ണുപിടിയനാക്കൂല്ലേ എല്ലാരും കൂടെ? എടാ ഇത് ആരൊക്കെയാടാ ഇപ്പൊ കൂടെ ഉള്ളേ? അവൻ എടുക്കണ്ടാ, ഞാൻ എടുക്കാം. ഇറങ്ങടാ, ബോണറ്റിന്ന് ഇറങ്ങടാ, ഡിക്കിന്ന് ഇറങ്ങടാ, ഞാൻ എടുക്കണ്ട, ഇറങ്ങടാ. ഓക്കെടാ ചാർലി. ഓ ശരിയെന്നാ. ഒന്നുമില്ല, 4-5 വിഷമം. ഇനി വിളിക്കണ്ട. ചാർലി പോ, ചാടല്ലേ. ചാർലി ലെഫ്റ്റ് ഫെയിലിയർ. ലവ് ഫെയിലിയർ ബ്രോ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളപ്പോഴേ പറഞ്ഞാണ്, ആശ്വസിപ്പിച്ചാണ്, അതിന്റെ ഇടയ്ക്ക് ചാടിയിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ജനറേഷനാ ബ്രോ, പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ നഷ്ടം? ഐലവ് പറഞ്ഞപ്പോ പോവാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല ബ്രോ, 2 വർഷത്തില അവള് പെട്ടെന്ന് വേറൊരുത്തന്റെ അടുത്ത പോയി. പെട്ടെന്ന് കാരണം ചാടി. ലൈൻ അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവന്റെ ഫോണിലുള്ള ആയിട്ടായിരുന്നു. സൂപ്പർ അതാ ഇപ്പൊ എടുത്ത് ചാടിയത്. ഇപ്പഴാണ് റിപ്ലൈ ചെയ്ത് മരണം പറഞ്ഞോ. എനിക്ക് വരും വേണ്ടെങ്കിൽ പിന്നെ വേറെ ഉത്തരവില്ല.